ഹായ്. എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് സിജോയുടെ വിവാഹ ദിവസം നോറ സിജോയുടെ മുഖത്ത് കേക്ക് തേച്ചതുമായി ബന്ധപ്പെട്ട് ദിയ കൃഷ്ണ ഒരു സ്റ്റോറി ഇട്ടതിന്റെ പിന്നാലെ വൻ വിവാദങ്ങളാണ് ഉണ്ടായത്. ഇവർ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഭർത്താവിനോടാണ് ഇങ്ങനെ ചെയ്തിരുന്നതെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ പിന്നീട് കേക്ക് കഴിക്കാൻ ജീവനോടെ ഉണ്ടാവില്ല എന്നായിരുന്നു ദിയ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത്. ഇതിനെ തുടർന്ന് ബിഗ് ബോസ് മത്സരാർത്ഥിയും യൂട്യൂബറും സിജോയുടെ സുഹൃത്തുമായ സായി ദിയയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. സിജോയുടെ വിഷയത്തോടൊപ്പം വന്ന പ്രശ്നമായിരുന്നു ദിയ കൃഷ്ണയുടെ സായിക്കെതിരെയുള്ള കമൻറ്റ്. സിജോയുടെ ബാച്ചിലർ പാർട്ടിയിൽ വെച്ച് സിജോയും ലിനുവും കിസ് ചെയ്തപ്പോൾ മീഡിയയുടെ മുന്നിൽ വെച്ച് സായിയും തൻ്റെ ഭാര്യ സ്നേഹയെ ചുംബിക്കുന്നുണ്ട്. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതിന് താഴെ വന്ന ഒരു കമൻറ്റ് സായിയെ ബോഡി ഷെയിം ചെയ്യുന്ന തരത്തിലായിരുന്നു. കുള്ളന് എത്തുന്നുമില്ല എന്നായിരുന്നു ആ കമൻറ്റ്. അതിന് റിപ്ലൈ ആയി ആ കമൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ദിയ അതിൽ ചിരിക്കുന്ന എമോജി കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ വിമർശിച്ച് സായിയും മറ്റു പല യൂട്യൂബേഴ്സും രംഗത്ത് വന്നു. പിന്നാലെ സിജോയും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ലിനുവിനൊപ്പം എത്തി ദിയയുടെ സ്റ്റോറിയെക്കുറിച്ചും സായിയെ പറ്റിയുള്ള കമൻറ്റിനെ പറ്റിയും പ്രതികരിച്ചു. വിവാഹ ഫംഗ്ഷൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫംഗ്ഷൻ അവസാനിക്കാൻ പോകുന്നു എന്ന രണ്ടാമത്തെ അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷമാണ് നോറ കേക്ക് തേച്ചത്. അത് ഞങ്ങൾ സുഹൃത്തുക്കൾക്കിടയിലുള്ള ഒരു ഫൺ മൊമെൻ്റ് ആയിരുന്നു. തൻ്റെ ഭർത്താവിൻ്റെ മുഖത്താണ് കേക്ക് തേച്ചതെങ്കിൽ പിന്നീട് കേക്ക് കഴിക്കാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുന്നു. ദിയ എന്ത് ചെയ്യുമായിരുന്നു? അയാളെ കൊല്ലുമോ? കൊല്ലാൻ പറ്റുമോ? കൊന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അടുത്ത ദിവസത്തെ വാർത്ത ഇങ്ങനെയായിരിക്കും: കല്യാണ പെണ്ണ് കൊലപാതക കേസിൽ അറസ്റ്റിൽ, ശിഷ്ടകാലം ജയിലിൽ കിടക്കാം. അപ്പോൾ കുഴി കുത്തി കഞ്ഞി കൊടുത്തിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല, അകത്തു പോകും. ആദ്യം കരുതിയത് ദിയ പറഞ്ഞോട്ടെ എന്നാണ്. എന്നാൽ സായിയെക്കുറിച്ചുള്ള കമൻറ്റിന് ശേഷം മിണ്ടാതിരിക്കാനായില്ല. ഒരാളെ ബോഡി ഷെയിം ചെയ്ത കമൻറ്റിനാണ് ദിയ സ്മൈൽ ഇട്ടത്. സായിയെപ്പറ്റി വേറൊരാൾ ഒരു കമൻറ്റ് പറഞ്ഞപ്പോൾ അവിടെയും ദിയ കൃഷ്ണ വന്ന് ഇതേപോലെ ഒരു കമൻറ്റ് ഇടുന്നുണ്ട്. ഇത്തരത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുന്ന ദിയയാണ് ഇപ്പോൾ നോറയെ വിമർശിക്കുന്നത്. ഇതൊരു ബോറൻ പരിപാടിയാണ്. നിങ്ങൾ വലിയ തമ്പുരാട്ടി കുടുംബമോ രാജകുടുംബമോ ഒക്കെ ആയിരിക്കാം, പക്ഷേ നമുക്കതൊന്നും വലിയ കാര്യമല്ല. സിജോയുടെ വീഡിയോയ്ക്ക് പിന്നാലെ ദിയ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സ്റ്റോറി ഇങ്ങനെ: എൻ്റെ ഫോളോവേഴ്സിൽ ചില യൂട്യൂബർമാരുടെ വീഡിയോകൾ ഷെയർ ചെയ്യുകയും അതൊന്ന് നോക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്നലെ ഞാനൊരു കപ്പിൾസിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തു. അവരുടെ സുഹൃത്ത് വരന് നേരെ കേക്ക് എറിയുന്ന ചില വിവാഹ ചടങ്ങുകൾ പറഞ്ഞിരുന്നു. വരന് സംഭവിച്ചതും ഭക്ഷണം പാഴാക്കിയതും കാരണം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടവും ദേഷ്യവും തോന്നി. എൻ്റെ പങ്കാളിക്ക് അങ്ങനെ സംഭവിച്ചാൽ അവനോടത് ചെയ്യുന്നവരെ ഞാൻ കൊല്ലുമെന്ന് പ്രസ്താവിച്ചു. ആ വീഡിയോയിലുള്ള ആരെയും എനിക്കറിയാത്തതിനാൽ ഞാൻ ആ വീഡിയോയിൽ ആരെയും വ്യക്തിപരമായി ആക്രമിക്കുന്നില്ല. പിന്നീടാണ് അറിഞ്ഞത് അവരെല്ലാം ബിഗ് ബോസ് മത്സരാർത്ഥികളാണെന്ന്. ഞാൻ ബിഗ് ബോസ് കാണാറില്ല, അതിനാൽ എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷേ വ്യൂസ് നേടാനായി ഇതിനെ വളച്ചൊടിച്ച് വന്ന വീഡിയോകൾ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. യൂട്യൂബിൽ ചില സ്ഥിരം ആളുകൾ അവരുടെ പതിവ് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഞെട്ടിയില്ല. എന്നാൽ യഥാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചത് യൂട്യൂബ് അക്കൗണ്ടുള്ള വധൂവരന്മാരാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനെതിരെയും വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. ഒന്നാമത്, എൻ്റെ കുടുംബം ഇതിൽ ഉൾപ്പെട്ടിരുന്നില്ല. രണ്ടാമതായി, ഞാൻ നിങ്ങളുടെ വികാരത്തെക്കുറിച്ചോ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചോ അല്ല സംസാരിച്ചത്. എൻ്റെ സുഹൃത്ത് സംഘത്തിലെ ആരെങ്കിലും എൻ്റെ പങ്കാളിയോട് അങ്ങനെ ചെയ്താൽ ഞാൻ അവരെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ സൗഹൃദം വ്യത്യസ്തമാണ്. അതിൽ ഭക്ഷണം പാഴാക്കുന്നതും സുഹൃത്തുക്കളെ ആക്രമിക്കുന്നതും ഉൾപ്പെടുന്നു. എൻ്റേതിൽ അല്ല. അതിനാലാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഒരു അടിക്കുറിപ്പോടെ ഞാൻ പോസ്റ്റ് ചെയ്തത്. ഈ എഴുത്തുപോലും നിങ്ങളുടെ കണ്ടന്റ് ആവാം, അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ വധൂവരന്മാരുടെ മറുപടി വീഡിയോ അർത്ഥശൂന്യവും എന്നോടും എൻ്റെ കുടുംബത്തോടും വെറുപ്പുളവാക്കുന്നതുമായി എനിക്ക് തോന്നി. ഞാൻ നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ സുഹൃത്തുക്കളെക്കുറിച്ചോ പോലും സംസാരിക്കാതെ പകരം എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ പങ്കാളിയെയും പരാമർശിക്കുകയായിരുന്നു. നിങ്ങൾ എന്തിനാണ് കരഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇതായിരുന്നു ദിയയുടെ പോസ്റ്റ്. പിന്നാലെ സായിയോട് മാപ്പ് പറഞ്ഞുവെന്നും നമ്മളത് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് സോൾവ് ചെയ്തുവെന്നും ദിയ പറഞ്ഞു. കമൻറ്റിലെ തെറ്റ് മനസ്സിലാക്കി ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. ദിയയെ സപ്പോർട്ട് ചെയ്ത് ഒരു ആരാധിക പറഞ്ഞത്, സിജോയുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ദിയയെക്കുറിച്ചുള്ള വീഡിയോയ്ക്കാണ്. അതായിരുന്നു അവർക്ക് വേണ്ടത്, അത് അവർക്ക് കിട്ടി. ഇതിന് മറുപടിയായി, ചാരിറ്റിയാണ് എൻ്റെ ബെസ്റ്റ് പോളിസി. ഇതെൻ്റെ വക അവർക്കുള്ള വെഡ്ഡിംഗ് ഗിഫ്റ്റ്. അയാളുടെ പേര് പറഞ്ഞു തന്നതിന് നന്ദി. ഇപ്പോഴാണ് അയാളുടെ പേര് ഞാൻ അറിയുന്നത്. ദിയയ്ക്ക് മറുപടി നൽകി നോറയും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നോറയുടെ ഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്.